ഈ വീഡിയോയിൽ ഫർദർ ഡെവലപ്മെൻറ്റുകളാണ്. പൊതുവേ അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തിയ ചർച്ചയെല്ലാം പരാജയപ്പെട്ട് പൊട്ടിപ്പാളിസായിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതിൽ ചർച്ചയിലുടനീളം നമ്മൾ അമേരിക്ക ഇറാൻ്റെ അടുത്ത് എങ്ങനെയെങ്കിലും ഒരു ഫ്ലെക്സിബിൾ ഡീലിലെത്തി ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഫ്ലെക്സിബിളായിട്ട് തന്നെ അമേരിക്ക സ്റ്റെപ്പ് ഇറങ്ങി വന്ന് കൃത്യമായിട്ട് ഇറാൻ്റെ അടുത്ത് നിങ്ങൾ മര്യാദയ്ക്ക് ആ യുറേനിയം ഞങ്ങളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള മറ്റുള്ള രാജ്യങ്ങൾ ഒരുപക്ഷെ റഷ്യയിലേക്ക് വരെ ട്രാൻസ്ഫർ ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള തരത്തിൽ വരെ ചർച്ചകളിൽ പറഞ്ഞിരുന്നു എന്നുള്ളതായിട്ടാണ് അറിവ്. പക്ഷേ ഇറാൻ അവരുടെ വാശി കൊണ്ട് അവർ ഒട്ടും തന്നെ ഫ്ലെക്സിബിലിറ്റി കാണിക്കാതെ അവർ മസിലും പെരുപ്പിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും, മസിലും പെരുപ്പിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ്. അവർ ഉടനീളം ഈ ചർച്ചയിൽ ഇൻഫാക്റ്റ് പാകിസ്ഥാനിലേക്ക് അത്ര സുരക്ഷാ ഭീഷണിയുള്ള സ്ഥലത്ത് വരെ JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള JD വാൻസിനെ വരെ അയച്ചു വെച്ച് അത്തരത്തിൽ ഇറാനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളിലേക്കാണ് ട്രംപ് വിരൽ ചൂണ്ടിയത്. പക്ഷേ എന്തുകൊണ്ടോ ഇറാൻ അതിനെ അംഗീകരിക്കുന്നില്ല. അവർ പറയുന്നത് മുടന്തൻ ന്യായങ്ങളാണ്. മുടന്തൻ ന്യായങ്ങൾ എന്ന് പറഞ്ഞാൽ IRGCയുടെ വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള അമേരിക്കൻ വിരോധം, അതേപോലെ യഹൂദ വിരോധം, അതാണ് മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ പറയുന്ന ഈ മുടന്തൻ ന്യായങ്ങൾ, അതായത് ഒരു സമൂഹത്തിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുമായിട്ട് എത്രയോ രാജ്യങ്ങൾ അണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഡീലിൽ സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ, നമ്മളുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ആണവായുധ കരാറിൽ ഒപ്പുവെച്ചത് അമേരിക്കയുമായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളും അമേരിക്കയും തമ്മിൽ ഒരു വിധത്തിൽ ഒരു റിലേഷൻഷിപ്പ് ഇച്ചിരി മെച്ചപ്പെട്ടത്. ചില വിഷയങ്ങളിലേക്ക് നമ്മൾ എടുക്കേണ്ട തീരുമാനങ്ങൾ അത് എടുക്കണം. അത് നമ്മുടെ രാജ്യത്തിന് നന്മയ്ക്കും പുരോഗതിക്കും, പ്രത്യേകിച്ച് എക്കണോമിക് പുരോഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സഹായകരമാവും. പക്ഷെ അവിടെ ഇറാൻ എന്തുകൊണ്ടോ ആ രാജ്യത്തിൻ്റെ പൊതുജനങ്ങളെക്കുറിച്ച് ഒരു തരത്തിലുള്ള താല്പര്യമില്ലാതെ തികച്ചും മതവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് യഹൂദനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയും ഞങ്ങളുടെ ശത്രുക്കളാണ് എന്നുള്ള നിലയിൽ, അതായത് എന്താണോ മതം പഠിപ്പിക്കുന്നത് അത് തന്നെ ആവർത്തിച്ച് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് അവരുടെ പെരുമാറ്റം. ഇപ്പം ഇതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് പറഞ്ഞാൽ വീണ്ടും യുദ്ധം തുടങ്ങാൻ പോവാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഇതേപോലെ ഇതിനു മുമ്പും ഞാൻ മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് തേങ്ങ ഇപ്പോൾ ഉടയ്ക്കോ സ്വാമി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലരും കമന്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് 40 ദിവസത്തെ ഒരു യുദ്ധം കാണേണ്ടി വന്നു. മിഡിൽ ഈസ്റ്റ് ഒട്ടാകെ കലങ്ങി മറിഞ്ഞു കിടക്കുന്നൊരവസ്ഥയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. ഇപ്പം യുദ്ധം നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കും. കാരണം ഇതിനു മുമ്പ് എന്താണോ അമേരിക്ക യുദ്ധത്തിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതേ പ്രവൃത്തി വീണ്ടും ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഓൾമോസ്റ്റ് ഇത് ഉറപ്പിച്ചൊരു കണ്ടീഷനാണ്. പിന്നെ ഒരു 10% ഞാനൊരു ബെനിഫിറ്റ്, ഒരു 10% ഞാൻ ഒരു ഡൗട്ട് കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല. ട്രംപിൻ്റെ ചൈന സന്ദർശനം 13, 14, 15 ദിവസങ്ങളിലായിട്ട് ട്രംപ് ചൈന സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള തീരുമാനങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ പോസ്റ്റ്പോണ്ട് ചെയ്യപ്പെട്ടേക്കാം. പക്ഷേ CIA, മൊസാദ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് യാത്ര ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ യുദ്ധം നടത്താനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്ന് കരുതി ഒപ്പോണന്റ് ഇന്ന് ആക്രമണം ഉണ്ടാവില്ല എന്ന് കരുതിയിരിക്കുന്ന സമയത്ത് പോയി അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവം ഈ CIAക്കും മൊസാദിനും ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ കലങ്ങി തെളിഞ്ഞ് വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇനി ഇതുവരെ ഇത്രയും നാളും അമേരിക്ക ചർച്ച നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു തീരുമാനത്തിലെത്താൻ പറ്റിയില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ ചർച്ചകളും പരാജയപ്പെട്ട്, ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം അതിരൂക്ഷമായ നിലയിൽ മാറിയിരിക്കുകയാണ്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ബേസ് ഇറാഖിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു സീക്രട്ട് ബേസ്, അതിനെക്കുറിച്ച് നമ്മളുടെ കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ ആ സീക്രട്ട് ബേസ് ആരും അടിച്ചൊന്നും തകർത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതവിടെ ഉണ്ട്, അത് എക്സ്പോസ്ഡ് ആണ്, അതായത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇറ്റ് മീൻസ് ഇനി അഥവാ ഈ ബേസ് എക്സ്പോസ് ചെയ്തതിൻ്റെ ലക്ഷ്യം ഇറാഖിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ഉള്ളിലോ മറ്റൊരു രഹസ്യ ബേസ് ഒരു പക്ഷേ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ടാണ് ഇവർ എല്ലാവരും ഇങ്ങോട്ട് ഫോക്കസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ബേസിനെ എക്സ്പോസ് ചെയ്യിച്ചിരിക്കുന്നത് എന്നുള്ള നിഗമനങ്ങളും ഉണ്ട്. ഇതൊക്കെ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഇതിൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ മാത്രമേ, ഏതെങ്കിലും ക്ലാസിഫൈഡ്സ് അല്ലെങ്കിൽ ആർക്കൈവ്സ് റിപ്പോർട്ട്സ് ഒക്കെ പുറത്തു വന്നാലേ നമുക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഇപ്പം ഇസ്രായേലിൻ്റെ ഇറാഖിൻ്റെ ഉള്ളിലുള്ള രഹസ്യ ബേസ് എക്സ്പോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത്
യുദ്ധത്തിന് വേണ്ടിയിട്ട് എഫക്റ്റീവായിട്ട് അത് ഉപയോഗിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേണ്ടി വന്നാൽ ഏതെങ്കിലും ഒരു എമർജൻസി കണ്ടീഷനിൽ എന്തെങ്കിലുമൊക്കെ ലാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവിടെ വെച്ചിട്ട് നടത്തിയേക്കാം. ഒരു പക്ഷേ എയർ റീഫ്യൂവലിംഗ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വേണമെങ്കിൽ അവിടെ നിന്ന് റീഫ്യൂവലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബേസ് ഉപയോഗപ്പെടുത്തിയേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അവിടെ വെച്ച് നടന്നേക്കാം. എന്നാലും ആ ബേസ് ഇപ്പോൾ എക്സ്പോസ്ഡ് ആണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്. സോ ആ ഏരിയകളിൽ തന്നെ രഹസ്യമായിട്ട് മറ്റൊരു ബേസ് എവിടെയെങ്കിലൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി റഡാർ മാപ്പിംഗ് സംവിധാനം കൃത്യമായിട്ട് വിലയിരുത്തലുകൾ നടത്തിയിട്ട് മാപ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. റെയ്ബാറാണ് ഇത് പുറത്തിറക്കുന്നത്. ഈ മാപ്പിൽ ഞാൻ കാണിക്കുന്ന മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഇതിനകത്ത് ബ്ലൂ കളർ ഷെയ്ഡ് കാണിക്കുന്ന അത്രയും സ്ഥലങ്ങളും അമേരിക്ക അവരുടെ റഡാർ സർവൈവൽ സ്പൈ പ്ലെയിനുകളെ വെച്ചിട്ട് കൃത്യമായിട്ട് സ്ഥലങ്ങൾ എവിടെയൊക്കെ അറ്റാക്ക് നടത്തണം എന്നുള്ളത് പോയിന്റ് ഔട്ട് ചെയ്ത് കുറിച്ചെടുത്തിട്ടുണ്ട്. 72 സ്ഥലങ്ങളാണ് ഫസ്റ്റ് ഡേ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. 72 സ്പോട്ടുകൾ. അപ്പോൾ ഇതിനകത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൻ്റെ ആ ഒരു ഏരിയയിൽ 300 കിലോമീറ്റേഴ്സ്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ബോർഡർ ഏരിയയിൽ നിന്നും താഴോട്ട് നറ്റാൻസ് വരെയുള്ള റീജിയനിൽ 400 കിലോമീറ്റർ റേഞ്ച്, അതുപോലെ ഷിറാസ് തൊട്ടുള്ള ഏരിയകൾ, ഷിറാസ് എന്ന് പറഞ്ഞ ഇറാൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ കിടക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ തെഹ്റാനിലുള്ള സ്ഥലങ്ങൾ, ഇങ്ങനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഇറാൻ്റെ ഏരിയ, പ്രത്യേകിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമോസുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ നിരീക്ഷണം നടത്തി 72 സ്പോട്ടുകൾ ഓൾറെഡി കുറിച്ചെടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട മാപ്പാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. യുറേനിയം ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണ്. ഇറാൻ പറയുന്ന സില്ലി റീസൺസ് ആണ് കേട്ടോ. സില്ലി റീസൺ എന്ന് പറഞ്ഞാൽ അവരെ അൺകണ്ടീഷണൽ സറണ്ടർ, ആ വാക്ക് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതായത് അവരുടെ രാജ്യത്തിനുള്ളിൽ ഇസ്രായേലും അമേരിക്കയും ചെന്ന് ബോംബിട്ട് IRGC ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുന്നതൊന്നും അവർക്ക് വിഷയമേ അല്ല. അവർക്ക് ഈ അമേരിക്ക പറഞ്ഞ അൺകണ്ടീഷണൽ സറണ്ടർ എന്നുള്ള വാക്കാണ് അവരുടെ പ്രശ്നം. നിങ്ങൾ ഞങ്ങളെ സ്ലേവിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലേക്കാണ് അവരുടെ വാദങ്ങൾ. അതായത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ആർക്കാണ് ഏറ്റവും കൂടുതൽ കൊലാറ്ററൽ ഡാമേജ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നഷ്ടക്കണക്ക്, ഫൈനാൻഷ്യൽ ലോസ്, ഇതൊക്കെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംഭവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നും. ഇസ്രായേലാണെന്നുണ്ടെങ്കിൽ വൻ പ്രിപ്പറേഷനിലാണ്. പ്രിപ്പറേഷൻ മീൻസ് അവർ ഓൾറെഡി തന്നെ ഇന്ന് ഡിക്ലെയർ ചെയ്യാണ് അയൺ ഡോമിൻ്റെ എല്ലാം തന്നെ അവർ റിപ്പയർ ചെയ്ത് എല്ലാം തന്നെ ഫുൾ സജ്ജമായി ഇരിക്കുകയാണെന്നുള്ള വാർത്തയാണ് ഇസ്രായേലിൻ്റെ സൈഡിൽ നിന്ന് വരുന്നത്. അതുപോലെ ഹൂത്തികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇനി അമേരിക്ക ഇറാന്റെ മേൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ രംഗത്തിറങ്ങും, ഞങ്ങൾ എപ്പോഴത്തെയും പോലെ വെറുതെ ഇരിക്കില്ല എന്നുള്ള ഒരു ഭീഷണി ഹൂത്തികളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ ഹൂത്തികൾ അങ്ങനെ പറയും, പക്ഷേ ഇറങ്ങില്ല. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. എന്നിട്ട് ഇറാൻ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക, അതായത് വേൾഡ് ട്രേഡ്, ലോകത്തിൻ്റെ വ്യാപാരം തന്നെ ഞങ്ങളുടെ കൺട്രോളിലാണ്, ഞങ്ങൾ നിയന്ത്രിക്കുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് ഇല്ലാന്നുണ്ടെങ്കിൽ ലോക വ്യാപാരം വട്ടപൂജ്യമാണെന്നുള്ള ഭീഷണിയാണ് ഇറാൻ ഉയർത്തുന്നത്. അവരത് ഓപ്പണായിട്ട് തുറന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ട്രംപിൻ്റെ ട്വീറ്റ് ആയിക്കോട്ടെ, ട്രംപിൻ്റെ പ്രതികരണങ്ങളെയൊക്കെ വല്ലാത്ത രീതിയിൽ വിമർശിച്ചുകൊണ്ട് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന തരത്തിലാണ് ഇറാൻ്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇറാൻ്റെ മറുപടികൾ. സ്പോക്സ് പേഴ്സൺമാരെ വെച്ചിട്ട് അവരിങ്ങനെ നിരന്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ അമേരിക്കയെ അടിച്ചു കളയും, അമേരിക്കയെ തുളച്ചു കളയും, അമേരിക്ക വട്ടപൂജ്യമാണ്, അമേരിക്കയെ കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നുള്ള തരത്തിൽ ഇങ്ങനെ പ്രൊവോക്കേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതായത് മിഡിൽ ഈസ്റ്റിൽ വീണ്ടും ഒരു അൺസർട്ടനിറ്റി ഉണ്ടാവും തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പൊതുവിൽ അപ്പം ഇതിനെ നമ്മൾ എന്തിനോട് ചേർത്ത് വായിക്കണം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അതായത് ഒരു ലോങ് ടേം യുദ്ധം വരാനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കോവിഡിന് സമാനമായ, ലോക്ക്ഡൌണിന് സമാനമായ രീതിയിൽ നമ്മൾ കുറച്ച് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. മാർക്കറ്റൊക്കെ അതിനെ തുടർന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു വീണിട്ടുണ്ടായിരുന്നു ഇന്ത്യക്കുള്ളിൽ. അതൊക്കെ തന്നെ ഒന്ന് ആടി ഒലഞ്ഞ് സ്റ്റേബിൾ ആവാൻ സഹായിക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ GDP-യിൽ ചെറിയ രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തും ഇന്ത്യക്കുള്ളിൽ. കാരണം ചെലവെല്ലാം ചുരുക്കി കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിലുള്ള ജനങ്ങൾ ഡൊമസ്റ്റിക്കലി ചെലവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ഇന്ത്യക്കുള്ളിൽ തന്നെ അവർ ചെലവാക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും GDP-യിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് GDP-യിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത്. ഇറാൻ്റെ ആറ്റമിക് എനർജി ഏജൻസി ചെയർപേഴ്സണായിട്ടുള്ള മുഹമ്മദ് ഇസ്ലാമി, പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്, പുള്ളിക്കാരൻ IAEA-യുമായിട്ട് ബന്ധപ്പെട്ട ആളല്ല, ഇറാൻ്റെ ഉള്ളിൽ ആറ്റമിക് എനർജി ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അവരുടെ ഡൊമസ്റ്റിക് ആറ്റമിക് എനർജി ഏജൻസിയെ നിയന്ത്രിക്കുന്ന ആളാണ്. മുഹമ്മദ് ഇസ്മായിലി പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പ്രത്യേകിച്ച് യുറേനിയം സബ്ജക്റ്റ് നിങ്ങൾ ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമേ ഇല്ല. അത് നമ്മളുടെ സോവറൈൻ പ്രോജക്റ്റാണ്.
നമ്മളുടെ ഓൺ സൊവറിനിറ്റി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിക്കും നമ്മൾ നിൽക്കണ്ട എന്നുള്ളതാണ് അയാളുടെയും സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇറാൻ കടുത്ത തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതായത് യുദ്ധം വന്നാൽ വന്നോട്ടെ, ഞങ്ങളതിന് തയ്യാറാണെന്നുള്ള നിലപാടാണ് ഇറാൻ്റെത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രണ്ട് ഓപ്ഷൻസ് മാത്രമാണ്. അതായത് ഒന്ന്, സൗദി അറേബ്യയുടെ ഫോറിൻ മിനിസ്റ്റർ പാകിസ്ഥാനുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇതിങ്ങനെ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്കയുടെ ബ്ലോക്കേഡ് തുടരാനും യുദ്ധം നടത്താതിരിക്കാനും, അതായത് ഒരു ആക്രമണം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയെ കൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഈ ബ്ലോക്കേഡ് തുടരാനുമുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ പ്രഷർ ചെയ്യുന്നുണ്ട്. സൗദി അറേബ്യയുടെ ആവശ്യം എന്താണ്? അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് തടസ്സപ്പെട്ടിരുന്നാൽ മതി, ഇറാനിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻസ് എല്ലാം അതിനെ തടയണം. അതാണ് അവർക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് പാകിസ്ഥാൻ ത്രൂ സൗദി അറേബ്യ കരുക്കൾ നീക്കുന്നത്. പക്ഷെ അതേസമയം നാളെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഒരു ഓട്ടപ്രദക്ഷിണം. ആരാണ്? തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ഹക്കാൻ ഫിദാൻ. പുള്ളിക്കാരൻ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഒന്ന് സന്ദർശിച്ച് എങ്ങനെയെങ്കിലും ഇറാൻ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് ഒരു പ്രഷർ ഇട്ട് യുദ്ധം തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അപ്പുറത്ത് ഇസ്രായേൽ റെഡി ആയിട്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ഫോൺ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യമാണ്. ഫുള്ളി പ്രിപ്പയർഡ് ആണ്. ഇസ്രായേൽ മാത്രമല്ല, പരമാവധി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അതേ നിലപാടിൽ തന്നെയാണ് ഉള്ളത്. യുദ്ധം തുടങ്ങിയാൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ചറപറാന്ന് ഉയർന്ന് മേലോട്ട് പോകും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ VLCC എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനി ഓൺ ചെയ്യുന്ന കപ്പൽ, അത് ഒമാനിൽ നിന്നും വിയറ്റ്നാമിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുപോയിട്ടുണ്ട്. അത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇറാന്റെ പെർമിഷനോടൊപ്പം അമേരിക്കയുടെ പെർമിഷനോട് കൂടി അത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് ഇന്നലെ പാസ് ചെയ്തു പോയ ഒരേ ഒരു കപ്പൽ. അതിലുപരിയായിട്ട് ഒരു കപ്പലുകളും ഇന്നും ഇന്നലെയുമായിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് കടന്നു പോകുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. സൗത്ത് കൊറിയ അവരുടെ കപ്പൽ ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് അവർ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻസ് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രാൻസിന്റെ എയർക്രാഫ്റ്റ് കരിയർ യുദ്ധക്കപ്പൽ റെഡ് സീയിൽ വന്ന് ഹാൾട്ടായി കിടപ്പുണ്ട്. അതേപോലെ തന്നെ ജിബ്രാൾട്ടർ കടലിടുക്ക് കഴിഞ്ഞ് അമേരിക്കയുടെ സബ്മറൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതും മെഡിറ്ററേനിയൻ ഏരിയയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബാങ്കിലേക്കുള്ള റെസ്ട്രിക്ഷൻസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് ഫോറിൻ കറൻസികളുടെ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ അവർ നിരോധിച്ചിട്ടുണ്ട്. പരമാവധി ഇറാനുമായിട്ട് ട്രാൻസാക്ഷൻ നടത്തി എല്ലാവരും ഇറാനിയൻ റിയാലിൽ ചെയ്യണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് തന്നെയാണ് അവർ പ്രോത്സാഹിപ്പിക്കുന്നത്. അതിലുപരിയായിട്ട് അവർക്ക് വേറൊരു കറൻസിയിൽ ചെയ്യാൻ മാർഗമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പരമാവധി അവർ ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ കറൻസിക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. സോഫാർ ചൈന വിസിറ്റിന് മുമ്പ് ആക്രമണം നടക്കാൻ 50% സാധ്യതയുണ്ട്. ചൈന വിസിറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ആകെയുള്ള ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ചൈനയാണ്. ചൈനയുടെ അടുത്ത് ട്രംപ് ഇത്തവണ സ്ട്രെസ് ചെയ്ത് പറയാൻ പോകുന്നത് ഇറാനെ അനുകൂലിക്കരുത് എന്നാണ്. അത് നേരിട്ട് കണ്ട് പറഞ്ഞിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയില്ല എന്താണ് സംസാരിക്കാൻ പോകുന്നുള്ളത്. കാരണം അവർ G2 രാജ്യങ്ങളാണ്, ഗ്രൂപ്പ് 2. അവർ തമ്മിൽ ട്രംപ് കഴിഞ്ഞ തവണ ഷീ ജിൻപിങ്ങിനെ കണ്ട് സംസാരിച്ച സമയത്ത് ഇട്ടൊരു പേരാണ് ഈ ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചൈനയുടെ ഷീ ജിൻപിങ് ഇറാന്റെ വിഷയം ഓപ്പണായിട്ട് ചർച്ച ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ഷീ ജിൻപിങ് ആണ്. പിന്നെ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇറാന്റെ മിസൈലുകൾക്ക് വേണ്ടിയിട്ടുള്ള കെമിക്കലുകളും അതേപോലെ ഡ്രോൺ സ്പെയർ പാർട്സ് ഒക്കെ നൽകരുത് എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറയാനുള്ള സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് രണ്ടുപേരും കൂടി പത്രസമ്മേളനത്തിൽ കൊടുക്കും. അത് കഴിഞ്ഞാൽ രണ്ടുപേരും പിരിയും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ റെഡി ടു സ്റ്റാർട്ട് വിത്ത് 72 ലൊക്കേഷൻ സ്കെച്ച് ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 72 സ്പോട്ട് ഇന്നലെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുത്തത്. ഇനി തുടരെ റഡാർ മാപ്പിംഗ് സിസ്റ്റം ഒക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ 72 ലൊക്കേഷൻ എന്ന് പറയുന്നത് പ്രാഥമികമായിട്ട് യുദ്ധം തുടങ്ങുന്നതിന്റെ ആ ദിവസവുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ലൊക്കേഷൻസ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അറ്റാക്ക് നടത്തേണ്ട ലൊക്കേഷൻസ് ആണ്. അതായത് യുദ്ധം വീണ്ടും എവിടെ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ലൊക്കേഷനാണത്. ഇനി വീണ്ടും പല ലൊക്കേഷൻസും അവർ മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ സ്പൈ പ്ലെയിനുകൾ ഇറാന്റെ മേളിൽ ഇങ്ങനെ പറന്ന് പല സ്ഥലങ്ങളും ഇങ്ങനെ ഒപ്പിയെടുത്ത് ഇസ്രായേലിന്റെ മൊസാദിനും അമേരിക്കയുടെ CIA-ക്കും ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പഴയതുപോലെ ഒരു 40 ദിവസമോ 20 ദിവസമോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ മിസൈലുകൾ അയക്കുക തന്നെ ചെയ്യും. അപ്പോൾ പഴയതുപോലെയുള്ള സിറ്റുവേഷൻ വീണ്ടും ക്രിയേറ്റ് ആവും. പക്ഷെ എന്നാലും ഇത്തവണ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടുപേരും ഇറാനും ഭീഷണി മുഴക്കിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുതിയ തരം ആയുധങ്ങളൊക്കെ ഇറക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് തരത്തിലുള്ള ആയുധങ്ങളാണ് അവരുടെ കയ്യിൽ പുതിയതായിട്ടുള്ളത്, എന്താണ് അവർ ഇനി ഇറക്കി കളിക്കാൻ പോകുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. ഇപ്പം ശരിക്കും മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു ഹൈ ടെൻഷനിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇസ്രായേലിൻ്റെ ഉള്ളിലും ഈ ടെൻഷൻ ഉണ്ട്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇറാൻ പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഇപ്പോൾ പൊതുവിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ എന്തായാലും തുടരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് സോ മച്ച്.